അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള ശ്രോതാക്കളെ, കോമാട്ടുചാലിൽ അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ അനുയായികളും നടത്തിക്കൊണ്ടിരിക്കുന്ന കളവുകളും തെമ്മാടിത്തങ്ങളും കേരളത്തിൻ്റെ മണ്ണിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സാധാരണ പ്രവർത്തകന്മാർ പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം കുറ്റ്യാടി സിറാജുലുദയിൽ നടന്ന ഒരു സനദ്ദാന സമ്മേളനത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് മഹാനായ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ നിന്ദിച്ചു എന്നും ആദരിച്ചില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് കോമാടൻ അബ്ദുള്ളയുടെ പ്രധാന മൈക്കിയായി പ്രവർത്തിക്കുന്ന കാട്ടുകള്ളൻ, കാട്ടുവളപ്പിൽ നൗഷാദ് എന്ന് പറയുന്നവൻ നിലവിളിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. അതിന് വീഡിയോ സഹിതം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പൊളിച്ചടക്കിയപ്പോൾ അത് ആ സെഷനിലല്ല മറ്റൊരു സെഷനിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിച്ചു നൗഷാദ്. എന്നാൽ നൗഷാദ് അടക്കമുള്ള മുഴുവൻ കള്ളന്മാർക്കും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഹസ്സിഹത്തി വൽ ആഫിയ ഇന്ന് ഒതുക്കുങ്ങലിൽ വെച്ച് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ തട്ടകത്തിൽ വെച്ചുകൊണ്ട് ഇന്ന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അതൊന്ന് കേൾക്കാം. സംസാരത്തില് ശരിക്ക് സുന്നത്തിനെ പിന്തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗീബത്ത് പറയാറില്ല. ഗീബത്ത് പറയുന്നതിനെ കണിശമായി വിരോധിച്ച മതമാണ് ഇസ്ലാം. പോരാ, ഗീബത്ത് പറയരുത് എന്ന് മാത്രമല്ല, ആരെയും തെറ്റിദ്ധരിക്കാൻ തന്നെ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ റയീസുൽ ഉലമ കയറി വന്നു. റയീസുൽ ഉലമ കയറി വന്നപ്പോ ഞാൻ റയീസുൽ ഉലമ വരുന്നുണ്ട് തന്നെ തക്ബീർ ചൊല്ലിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റാഹത്തായി, എനിക്കും റാഹത്തായി. അതേസമയത്ത് അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ് ഉസ്താദ് നിസ്കരിക്കാൻ പോയിട്ട് വീണ്ടും വന്നു. നേരെ വീണ്ടും ഞാൻ തക്ബീർ ചൊല്ലാലോ, നിങ്ങൾ തക്ബീർ കേൾക്കാനാണ് വന്നത്, നമ്മൾ വന്നത് ഇവിടെ പ്രസംഗം കേൾക്കാനല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നൂലേ? സമയത്തിന് വിലയില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ആദ്യത്തത് കാണാത്ത ഒരാള് അയാള് സൂഫി വഴിയിലാണെങ്കിൽ അയാൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്താ വേണ്ടത്? അത് നേരത്തെ കയറിയപ്പോ ആദരവും ബഹുമാനമൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടാമത് കയറിയാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം, അല്ലെങ്കിൽ നല്ല ചിന്ത വേണം, അല്ലെങ്കിൽ നല്ല കൽബ് വേണം. അപ്പോഴേ സൂഫിയാവുള്ളൂ. സൂഫി തന്നെ മൂലയിൽ എന്നാ സൂഫിയാവൂല. അതിനെന്ത് വേണം? ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ. തെറ്റിദ്ധാരണ അത് വലിയ തെറ്റാണ്. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. നല്ലതേ ധരിക്കാവൂ. ദുന്നൂ ബിൽ മുഅ്മിനീന ഖൈറാ. മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലതേ വിചാരിക്കും. നിങ്ങൾക്കറിയില്ലേ ഫത്ഹുൽ മുഈൻ ഫിഖ്ഹ് എങ്ങനെയാണ് നല്ലതേ വിചാരിക്കണമെന്നല്ലേ? ഒരു പൂച്ച അത് എലിയിൽ പിടിക്കുന്നത് കണ്ട് അതേ അതിന്റെ മീശയമേലും താടിയമേലും ഒക്കെ എന്തായി, സുബ്ഹാനല്ലാഹ്, നജസായി. അത് നമ്മളെന്ന് വിട്ട് പുറത്തു പോയിട്ട് കുറെ കഴിഞ്ഞിട്ട് അത് തിരിച്ചു വന്നു. പോയ സ്ഥലത്ത് വലിയൊരു കുളമുണ്ട്. ഇനി ആ പൂച്ച വന്നാൽ ഫിഖ് അനുസരിച്ച് തന്നെ ബക്കറ്റിലെ വെള്ളത്തിൽ മുഖം കുത്തിയാല് ആ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. കാരണം അത് പോയ സമയത്ത് നന്നായിട്ട് മുഖമൊക്കെ കഴുകി ഒതുവെല്ലാം എടുത്ത് വന്നതായിരിക്കും എന്ന് വിചാരിക്കുക. പൂച്ചനെ പറ്റും നല്ല വിചാരിക്കുക. നായനെ പറ്റി വരെ നല്ല വിചാരിക്കണമെന്നല്ലേ ഫത്ഹുൽ മുഈനില്ലേ? നമ്മളൊക്കെ എന്താണ് നായനെ പറ്റി നല്ല വിചാരിക്കല്? നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ബക്കറ്റിൽ നിന്ന് നായ എങ്ങനെ തലപൊക്കുന്നു. ആ നായ എങ്ങനെ തലപൊക്കുന്നുണ്ട്, പക്ഷെ വെള്ളം തൊടുന്നത് കണ്ടിട്ടില്ല. നായ ബക്കറ്റിൽ നിന്ന് തല ഇങ്ങനെ പൊക്കുന്നത് കണ്ടു. എന്നാ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? ഫത്ഹുൽ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ആ നായ തൊടുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നായനെ പറ്റി നല്ല വിചാരിച്ചൂടെ? അപ്പൊ ചിലർക്ക് ചിന്തയാണ്, പിന്നെ എന്തിനാ അങ്ങനെ തല പൊക്കിയത് എന്ന്. നിങ്ങളിൽ എത്ര കിണറ്റിൽ ഇങ്ങനെ മൊക്കലുണ്ട്, എത്ര ലിറ്റർ വെള്ളം ഉണ്ട് നോക്കിയതായിരിക്കും നായനെ പറ്റി അങ്ങനെ നല്ല വിചാരിച്ചൂടെ? അപ്പൊ നല്ലത് വിചാരിക്കാൻ കഴിയാത്തവൻ എങ്ങനെ സൂഫിയാകല്, എങ്ങനെ തസൗഫാകല്, എങ്ങനെ ഫിഖ്ഹാകല്? ഒന്നും ഉണ്ടാവില്ല, ദീനൻ ഉണ്ടാവില്ല. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. ചുഴന്ന് അന്വേഷിക്കാനും പാടില്ല. എവിടെയാ അയാൾ പോയത്? പൊരുത്തൻ ഇങ്ങനെ പോകുമ്പോ അവനെ പറ്റി ഇങ്ങനെ ധരിക്കുക. 2 കുപ്പിയുണ്ട് അയാളുടെ അടുത്ത്. ദശമൂലാരിഷ്ടാണെന്ന് വിചാരിക്കണോ? പിന്നെ കള്ളുകുപ്പിയാന്ന് വിചാരിച്ചിട്ട് അത് പരിശോധിക്കാൻ പോണോ? അങ്ങനെ പരിശോധിക്കാൻ പാടില്ല. തെറ്റാണ്. അങ്ങനെ പരിശോധിക്കൽ ഹറാമല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യനെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ?
അപ്പൊ അങ്ങനെ വലാത്ത ജസ്സസു അങ്ങനെയുള്ള ചിലര് സുബ്ഹാനല്ലാഹ് എവിടെ ഉണ്ട് ഒരു അക്ഷരം തെറ്റിപ്പോന്ന്, എവിടെ ഉണ്ട് ഒരു ഹർക്കത്ത് മാറിപ്പോന്ന് എന്നൊക്കെ ആലോചിച്ച് നടക്കുന്ന എന്തു സൂഫി കടുത്ത തൂപ്പിയായി പോകും. അങ്ങനെയായി പോകാൻ പാടില്ല. സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ വളരെ തെളിഞ്ഞ മനസ്സുള്ളവരാണ്. സൂഫിയാക്കൾ ശരിക്ക് ഖുർആനും ഹദീസും അനുസരിച്ചുള്ള ജീവിതം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നൽകിയ വിശദീകരണം നിങ്ങൾ കേട്ടില്ലേ? ഇത്രക്ക് കല്ല് വെച്ച നുണ പറഞ്ഞ് നടക്കുന്ന ഈ കോമാടനും അനുയായികളും എവിടത്തെ ചൂപ്പികളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. കാരണം നാട്ടിൽ നടന്ന തെളിവ് സഹിതമുള്ള ഒരു പരിപാടിയെ ഗീബൽസിയൻ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു നുണയെ 1000 വട്ടം പറഞ്ഞ് സത്യമാക്കി മാറ്റുക എന്നുള്ള തത്വവുമായിട്ടാണ് ഈ പറയുന്ന കാട്ടുകള്ളന്മാർ വെളിയിലേക്ക് വന്നിട്ടുള്ളത്. കാരണം നൗഷാദ് എവിടെ പ്രസംഗിച്ചാലും അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്ത് സംസാരിക്കുന്നു അതെന്റെ സ്വന്തം ഇഷ്ടമല്ല, അതൊക്കെ കളവുകൾക്ക് നേതൃത്വം നൽകുന്ന സായിബുൽ ബക്കറ്റ് എന്ന് പറയുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ള അവൻ പറയുന്നതേ ഞാൻ പറയാറുള്ളൂ എന്നാണ്. കാരണം ഇവന്റെ ബുദ്ധി നശിച്ചുപോയി എന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട്. കാരണം ഇവൻ ഈ കൂടാരത്തിലേക്ക് വന്നപ്പോൾ തന്നെ ദുആ ചെയ്തത് ഞങ്ങളെയൊക്കെ കൈതകളാക്കണേ എന്ന് പറഞ്ഞാൽ കോമാടന്റെ കൈതകളാക്കി മാറ്റണേ എന്നാ പറഞ്ഞത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവനെയും ഇവന്റെ ഒപ്പരുള്ള കൂടിയ കുറച്ച് ആൾക്കാരുണ്ട്, അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കൈതയാക്കി മാറ്റി. ഇവൻ എന്ത് വിഡ്ഢിത്തം വിളിച്ചു പറയുന്നോ അത് അങ്ങനെ തന്നെ വന്ന് ഛർദ്ദിക്കുക എന്നുള്ളതാണ് ഈ 4-3 പണി. അതിലിപ്പോൾ ഒരുത്തൻ്റെ തൽക്കാലം തെറിച്ചിട്ടുണ്ട്, ഓനോട് തൽക്കാലം മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, തെറിയൂർ കുഞ്ഞമ്മദ് എന്ന് പറയുന്നവനോട്. ഇൻഷാ അല്ലാഹ് ഇവരുടെ കളവുകളും നുണകളും ആയി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.